ചിത്രത്തിലെ മണിയൻപിള്ള രാജുവിന് കൊടുത്ത വേഷം അത് ത്രൂഔട്ട് വേഷമാണ് ഈ കുടുമിയൊക്കെ വെച്ച് അമ്പ്രാന്നും പറഞ്ഞ് നടക്കുന്നത്. അത് ഇദ്ദേഹത്തിനാണോ ഉള്ളത്? ആ പുള്ളി ആ വേഷം വെച്ചിട്ടുണ്ട്. നല്ല വേഷം കിട്ടിയിട്ടില്ല, അതാണ് അതിന്റെ സത്യം. ശരിക്കും പറഞ്ഞാൽ ഒരു സമയത്ത് ഈ ഇന്റർനാഷണൽ റേഞ്ച് ഉള്ള നടനായിരുന്നു ബോബിച്ചേട്ടൻ. ബോബിച്ചൻ എന്താ പറ്റിയത്? ബോബിച്ചൻ ആരാണ് നശിപ്പിച്ചത്? അല്ല, പുള്ളിക്ക് വേഷം കൊടുത്തില്ല. വേഷം കൊടുത്താൽ അങ്ങനെ കൊടുത്തിട്ടുള്ള ഏത് വേഷം മോശമായിട്ടുള്ളത്, ഏത് വേഷം കൊടുത്താലും നന്നായിട്ട് ചെയ്യും. അതിന്റെയാണ് നല്ല മടന്തയായിട്ട് നെറ്റിപ്പട്ടത്തില് നല്ലൊരു ക്യാരക്ടർ. പക്ഷെ അതിനകത്ത് ജഗദീഷിനുണ്ട്. ജഗദീഷിന് അന്ന് സംസ്ഥാന അവാർഡ് കിട്ടി ആ പടത്തിൽ, ഒരു പടത്തിൽ കിട്ടിയാണ്. പക്ഷെ നല്ലൊരു സൂപ്പർ വേഷമായിരുന്നു. നല്ല വേഷം കിട്ടിയിട്ടില്ല, അതാണ് അതിന്റെ സത്യം. പുള്ളി ഒതുക്കി സത്യം പറഞ്ഞല്ലേ. അന്നത്തെ കാലമല്ലേ, അന്നത്തെ സിനിമ ഫീൽഡല്ലേ. സിനിമ ഫീൽഡ് മൊത്തം പാരയാണെന്നാണ് പുള്ളി പറയുന്നത്. എന്ത് അദ്ദേഹത്തിന് സിനിമയിൽ ഏറ്റവും ഉള്ള ഒരു തിക്താനുഭവം ഏതെങ്കിലും വേഷം കിട്ടായിരുന്നുണ്ടോ? ചിത്രത്തിലെ മണിയൻപിള്ള രാജുവിന് കൊടുത്ത വേഷം അത് ത്രൂഔട്ട് വേഷമാണ് ഈ കുടുമിയൊക്കെ വെച്ച് അമ്പ്രാന്നും പറഞ്ഞ് നടക്കുന്നത്. അത് ഇദ്ദേഹത്തിനാണോ ഉള്ളത്? ആ പുള്ളി ആ വേഷം വെച്ചിട്ടുണ്ട്. അത് നിങ്ങളോട് പറഞ്ഞായിരുന്നു പ്രിയദർശൻ പടത്തിൽ. അന്നെന്ന് പറഞ്ഞാൽ മൊബൈലൊന്നും ഇല്ല, മൊബൈലില്ല, പിന്നെ ലാൻഡ് ഫോണാ. ഇപ്പൊ വിളിച്ചിട്ട് പറഞ്ഞ ഇന്നപോലെ അപ്പൊ പുള്ളിയെ വിളിക്കുന്നത് കാത്തിച്ചിനെ പുള്ളി ഇരിക്കുകയാണ്. സംഭവം നിങ്ങളുടെ പറഞ്ഞു കഴിഞ്ഞു. അത് സുഹൃത്തുക്കളോട് പറഞ്ഞ് കേട്ടാണ് ഞാൻ പറയുന്നത്. ഒരു വക്കീലുണ്ട്, അഡ്വക്കേറ്റ് ചെറിയാൻ എന്ന് പറഞ്ഞൊരു വക്കീലുണ്ട്. പുള്ളിയായിട്ട് ഈ കാര്യങ്ങൾ മൊത്തം പുള്ളിയായിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ സിനിമയുടെ സർവ്വ കാര്യങ്ങള് പുള്ളി രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു ഉച്ച 4 മണിയൊക്കെ ആകുമ്പോഴാണ് പോകുന്നത്. പുള്ളിയായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇതൊന്ന് കേൾക്കുന്നതാണ്. ചിത്രത്തിൽ നല്ലൊരു വേഷമായിരുന്നു. അത് സത്യത്തിൽ എന്താ പറയുന്നത്, തെറി പറഞ്ഞോണ്ട് ആ കാര്യങ്ങൾ പറയുന്നത്. ആ വേഷം പോയായിരുന്നു. പിന്നെ അതിനകത്ത് വിളിച്ച് ചെറിയൊരു വേഷം കൊടുത്തത് ബ്രോക്കറായിട്ട്, കല്യാണ ബ്രോക്കറായിട്ട്. അതൊക്കെ ആരെയും കളിച്ചേക്കുന്നത് അങ്ങനെയൊക്കെയുള്ളത് ആ സംഭവത്തിൽ അതിനകത്ത് ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം ഒരുപക്ഷെ നല്ലൊരു ക്യാരക്ടർ വേഷം കൊടുത്തായിരുന്നു. നല്ലൊരു വേഷമായിരുന്നു അത്. മണിയൻപിള്ള രാജു ചെയ്യുന്ന വേഷം ബോബിക്ക് വെച്ചിരുന്ന വേഷം, അത് ബോബിയുടെ വെച്ചിരുന്ന വേഷമാണ്. അതാ മണിയൻപിള്ള രാജു ചെയ്ത്. ആ വേഷം കിട്ടാവുന്നപ്പോ പുള്ളി വീട്ടിൽ നിന്നൊന്ന് വേഷം വെച്ചു. ആ വേഷം നമ്മൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുവല്ലേ. ചേട്ടൻ വിഷമിക്കുമ്പോ നമുക്ക് പങ്കിടുന്നത് നമ്മളത് കേട്ടു. ഇങ്ങനെയുള്ള വിഷമങ്ങളൊന്നും ഞങ്ങളോട് പറയത്തില്ല. റൂമിൽ വന്ന് ഇങ്ങനെ അനങ്ങാതിരിക്കും. അപ്പം ഒന്നും ഇടത്തില്ല. പിന്നെ പെങ്ങൾ എന്തെങ്കിലും കാപ്പിയോ ചായയൊക്കെ ഇട്ടുകൊണ്ട് കൊടുക്കും. എന്തോ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, എനിക്ക് തലവേദന, ഞാൻ സ്വന്തം ടെൻഷൻ എടുത്ത് ഇങ്ങനെ കിടക്കുകയാണ്. സംഭവം ഇതൊക്കെയായിരുന്നു. ഇങ്ങനത്തുള്ള ചിലപ്പം അവരേക്ക് ഇതിന്റെ പേയ്മെന്റ് കിട്ടത്തില്ല. അത് ആദ്യം കുറച്ച് പൈസ കൊടുക്കും. രണ്ടാമത് കൊടുക്കുന്ന ചെക്ക് ബൗൺസാ. അങ്ങനെ കുറേ ചെക്കുകൾ എൻ്റെ തരുന്നത് ഞാൻ കൊണ്ട് ബാങ്കിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അത് ബൗൺസ് ആയിട്ട് വരും. അങ്ങനെ പിന്നെ തിരിച്ചു ചോദിക്കത്തില്ല. തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അവരെ പിന്നെ ഉള്ള സീന് കിട്ടത്തില്ലല്ലോ. അടുത്ത ചാനൽ ഈ ഉണ്ടാക്കി പടങ്ങൾ അഭിനയിച്ചു. ആ പൈസയൊക്കെ എന്ത് ചെയ്തു? അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല. ഈ പൈസയൊക്കെ എന്ത് ചെയ്ത് അറിയാൻ വേണ്ടി വീട്ടിലൊക്കെ ചെലവാക്കും. പിന്നെ അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത്. ആദ്യം ഒരു 10,000 രൂപ ക്യാഷ് കൊടുക്കും, പിന്നെ ഒരു 25,000 രൂപ ചെക്ക് കൊടുക്കും. ആ ചെക്ക് ബാങ്കിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ബൗൺസ് ആവും. പിന്നെ അത് ചോദിക്കത്തില്ല. അതാണ് അത്. ആ 10,000 രൂപ എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ഒരു മാസം കൊണ്ട് അങ്ങ് ചിലവായി, അല്ല വീട്ടിലെ കാര്യങ്ങളോ അല്ല അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അതങ്ങ് ചിലവാകും. അപ്പോഴങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത പടത്തെ വിളിക്കും. അത് ഇതുപോലെ തന്നെ ആരെയും വെറുപ്പിക്കത്തില്ല. എനിക്ക് ഇന്നോളം പൈസ തന്നില്ല എന്ന് പറഞ്ഞാൽ ചോദിക്കത്തൊന്നുമില്ല. പൈസ ഇല്ലെങ്കിൽ അഭിനയിക്കും. വേഷം ചോദിക്കത്തുമില്ല. അതെ, കൊടുക്കുന്ന വേഷം അതേപോലെ അഭിനയിച്ച് വേഷം വിളിച്ചു കൊടുക്കുകയാണെങ്കിൽ അത്രയൊന്നും ചോദിക്കത്തില്ല. വന്ന് കയറുന്ന വേഷങ്ങളല്ലേ. എനിക്ക് ഇന്ന വേഷം വേണം, എനിക്ക് അത് വേണം. ഞാനത് കുറെ താല്പര്യപ്പെട്ട് കുറെ ഒരു കമ്പനിയൊക്കെ അടിച്ച് അങ്ങനെ ഇപ്പൊ ഫീൽഡിൽ നടക്കുന്നത് മൊത്തം ഒരു ബാച്ചാണല്ലോ. മോഹൻലാലിന് ഒരു ബാച്ച്, അങ്ങനെയൊക്കെ ഓരോ ബാച്ചാണല്ലോ. അവര് പറയുന്ന ആളുകളാണ് സെലക്ട് ചെയ്യുന്നത്. മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ പുള്ളിക്കൊരു ഇല്ല. അതാണ് സംഭവം.